അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്ക് സേവന മേഖല, അതുപോലെ വിദ്യാഭ്യാസം, കൺസൾട്ടേഷൻ, അതുപോലെ നിയമം, ചികിത്സ, ഗവേഷണം മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ആഴ്ചയാണ്. ശനി ലഗ്നത്തിൽ ശനിയാണ്. അതിൻ്റെ ചില വിഷമതകളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ചൊവ്വ 4-ാം ഭാവത്തിൽ ആണ്. അതുകൊണ്ട് അത് വീട് സംബന്ധിച്ച്, വാഹനം സംബന്ധിച്ച്, ഭൂമി അല്ലെന്നുണ്ടെങ്കിൽ അവയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ കുറച്ച് കൂടുതൽ സജീവമാകും. ചിലപ്പോൾ അത് ഓഫീസ് മാറ്റം, അല്ലെങ്കിൽ വീട് മാറി താമസിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് നവീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരിക, പുതിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ടതായിട്ട് കാണുന്നു. ആഗസ്റ്റ് 5 മുതൽക്ക് ബുധൻ 5-ാം ഭാവത്തിലെത്തും. അപ്പോൾ ബുദ്ധിശക്തിയും ആസൂത്രണ വൈഭവവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അത് അധ്യാപകർ, ഗവേഷണം ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, എഴുത്തുകാർ, കലാകാരന്മാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ മികച്ച ഒരു പുരോഗതി കാലമാണ്. ധനപരമായിട്ട് വരുമാനം സ്ഥിരതയോടെ മുന്നോട്ട് പോകും. സ്ഥലം, വീട്, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ നിക്ഷേപങ്ങൾ ആലോചിക്കാവുന്നതാണ്. ഭാവിയിലേക്ക് അത് നല്ല ഫലം, ലാഭം ഉണ്ടാക്കുന്നതാണ് ഇന്ന് ചെയ്യുന്ന ചിലവുകൾ. എന്നാൽ അത് കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച് അവരുടെ കൂടെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ. ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട്, സ്ഥായിയായിട്ട് സന്ധിവേദന, മുട്ടുവേദന, കാലുവേദന മുതലായിട്ടുള്ള കാര്യങ്ങൾ, പൊതുവേ ഉറക്കക്കുറവും മാനസികമായിട്ടുള്ള ചില ക്ഷീണവും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ, ഉറക്കം കുറവാകുക, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാരീരിക ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. യോഗ മുതലായിട്ടുള്ളവ, ധ്യാനം മുതലായിട്ടുള്ളവ ചെയ്യുന്നത് പല ഗുണങ്ങളും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. ഐക്യം വർദ്ധിക്കും. മക്കളുടെ പഠനം, അതുപോലെ അവരുടെ മത്സര പരീക്ഷ മുതലായവയിൽ നിന്നുള്ള പുതിയ നല്ല വാർത്തകൾ, ശുഭവാർത്തകൾ കിട്ടാം. അതുപോലെ തന്നെ വീട്ടിൽ ചില ശുഭകർമ്മങ്ങൾ നടക്കാനും സാധ്യത കാണുന്നുണ്ട്. ഒരു പരിഹാരമായിട്ട് ഇവർക്ക് ശനി ദേവനെ ഭജിക്കുക, ശനിയെയും സൂര്യനും വേണ്ടതായിട്ടുള്ള ഗ്രഹശാന്തി ചെയ്യുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷരം നിത്യേന ശീലിക്കുക, ധ്യാനം, മന്ത്രജപം, ധ്യാനം യോഗാഭ്യാസം, പ്രാണായാമാദി യോഗാഭ്യാസവും ഒക്കെ ചെയ്യുന്നത്, വിശേഷിച്ച് ഗവേഷണവും പഠനവും ഒക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതാണ്. നമസ്കാരം.